നമ്മളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിട്ടാണ്. ഏറ്റവും സുവർണ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Now I'm here on this stage, not to win, not for fame. അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞുണ്ടായ കാലമാണ്. I'm still waiting at the door. തീർത്തും അവഗണിക്കുന്ന മക്കള് ചവിട്ടുന്നു, അടിക്കുന്നു. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇതാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിട്ടാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? പലരും പല അഭിപ്രായം പറയും. എനിക്കറിയാം, നമ്മുടെ കുട്ടിക്കാലമാണ്, സ്കൂൾ കാലമാണ്, കോളേജ് കാലമാണ്, അല്ലെങ്കിൽ ജോലി കിട്ടിയ കാലമാണ്, അല്ലെങ്കിൽ ഞാൻ പ്രണയിച്ച ആളെ ഞാൻ വിവാഹം ചെയ്ത കാലമാണ്, അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞുണ്ടായ കാലമാണ് എന്നൊക്കെ പലരും പറയും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ജീവിതത്തിലെ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത്, സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മളോടൊപ്പം നമ്മളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടം എത്ര വരെയാണോ അത്ര വരേക്കും മാത്രമാണ് നമ്മളുടെ ജീവിതത്തിലെ ഗോൾഡൻ കാലഘട്ടം എന്ന് പറയുന്നത്. എനിക്കൊരു 40+ ഏജുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഇല്ല. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് അച്ഛനും അമ്മയും ജീവനോടെ ഉള്ളവരുണ്ട്, കൂടെയുള്ളവരുണ്ട്? അല്ലെങ്കിൽ അച്ഛൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലർക്ക് 2 പേര് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, കൂടെ അച്ഛനും അമ്മയും ജീവനോടെ ഇരിക്കുന്നവർ ഏറ്റവും ഭാഗ്യവാനായ അല്ലെങ്കിൽ ഭാഗ്യവതിയായ മക്കളാണ് നിങ്ങൾ കേട്ടോ. ഒരിക്കലും അവരെ കൈവിടരുത്, അവരുടെ കണ്ണ് നിറയാൻ ഇടവരരുത് എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. കാരണം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ വില മനസ്സിലാക്കാനാവുക. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ അച്ഛനും അമ്മയെന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തിലെ മക്കളുടെ ഇടയിലുള്ള കൊളുത്തുകളാണ്. കൊളുത്തുകൾ എന്ന് പറയും. അതിലൊന്നും നഷ്ടപ്പെട്ടു പോയാൽ ആ വിടവ് ഒരിക്കലും നമുക്ക് നികത്താനാവില്ല എന്നുള്ളതാണ്. അതോടുകൂടി കുടുംബത്തിലും വിള്ളലുകളുണ്ടാവാം. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതോടുകൂടി എൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളത് ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെല്ലാം വാർത്തകളാണ് ദിവസവും കാണുന്നത്. മാതാപിതാക്കളെ തീർത്തും അവഗണിക്കുന്ന മക്കൾ ചവിട്ടുന്നു, അടിക്കുന്നു. അല്ലേ? ഒരമ്മ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. അവർ മരിച്ചപ്പോൾ മകൻ്റെ ചവിട്ടുകൊണ്ട് ആ അമ്മയുടെ വാരിയെല്ലുകൾ പൊട്ടിപ്പോയിരുന്നു എന്ന് പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളുടെയൊക്കെ നമ്മൾ മലയാളികളൊക്കെ എങ്ങോട്ടാണ് എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ കൊടി കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കാല് തല്ലി ഒടിക്കുക, അച്ഛൻ്റെ ശിരസ് പിടിച്ച് ഭിത്തിയിലടിച്ച് പൊട്ടിച്ച് കൊല്ലുക. കാലഘട്ടങ്ങൾ ഒരുപക്ഷെ നമുക്കും ഉണ്ടാകാം. അതുകൊണ്ട് ഒരിക്കലും മുതിർന്നവരെ, അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനെയും അമ്മയെയും അവരെ സ്നേഹിച്ച് കൂടെ നിർത്തി കൊണ്ടുപോകണം. ഇത്രയും സംസാരിച്ചപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പാട്ട് ഓർമ്മയിലേക്ക് വരിക. അമേരിക്കാസ് ഗോട്ട് ടാലൻ്റ് എന്ന് പറഞ്ഞൊരു ഷോ പരിപാടി നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതിലെ ഒരു ഗാനം, ആദ്യമൊക്കെ ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അതൊരു മനുഷ്യൻ പാടിയ പാട്ടാണെന്നുള്ളതാണ്. പക്ഷെ അല്ല, അതൊരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ്ങാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പവർ ഒരു മനുഷ്യൻ പാടുന്നതിനേക്കാളും എത്രയോ മനോഹരമായിട്ട് ആ പാട്ട് അതിൽ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആ വ്യക്തി, അദ്ദേഹം ഒരു കാർപ്പൻ്റർ ആയിരുന്നുവെന്നും 54 വയസ്സുണ്ടായിരുന്നുവെന്നും ഭാര്യയും മക്കളോടും ഒപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നവനായിരുന്നുവെന്നും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് അതിന് ഇൻട്രൊഡക്ഷനിലായിട്ട്. അതിനുശേഷം മകൻ വളർന്നു വലുതായി അദ്ദേഹത്തിൻ്റേതായ ഒരു പാതയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ പാതയിലൂടെ മകനോടൊപ്പം അമ്മയും പോകുന്നു. അതിൽ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനെ അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. അച്ഛൻ വീട് ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരുന്നു, തെരുവിൽ അന്തി ഉറങ്ങേണ്ടതായിട്ട് വരുന്നു, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഒരു ഭ്രാന്തനായി അലയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേദനകളാണെങ്കിൽ പോലും ഈ അമ്മയും അല്ലെങ്കിൽ ഈ മകനും തിരിച്ച് അദ്ദേഹത്തിനടുത്ത് വരുമെന്നുള്ളൊരു പ്രതീക്ഷയുടെ കണികയുണ്ട്. എന്തിനു വേണ്ടി? അദ്ദേഹം ആ വാത്സല്യം, നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ തന്നെയാണ്. ആ കൊടുത്ത വാത്സല്യത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ചില ലൈൻസ് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തന്നെ പൊടിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിലൊരു മുറിവേറ്റൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, വേറൊന്നുമല്ല, ആ സോങ് ഐ ബിൽറ്റ് അവർ ഹോം വിത്ത് ബ്ലീഡിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു സോങ്ങാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ, എത്ര മനോഹരമാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. My name is Ernesto. I'm 54. I used to work as a carpenter. Life was hard, but I didn't mind.
I had a wife and a son, and I lived for them. They were my whole world. I gave everything to my son. Skipped meals, worked overtime, just so he could finish college. When he graduated, I cried. I thought it was the start of our new life. But things changed. My wife grew distant. My son got busy. They stopped calling. One day, they both left. No goodbye. I waited. Days turned to years. No one came back. I lost the house. I lost my purpose. I slept on streets. Forgotten. People looked away. But deep inside, I held on to one thing. My voice and the hope they'd hear it. Now I'm here on this stage. Not to win, not for fame, just to sing one song for them. Maybe they'll hear me, maybe they'll remember. I never stopped loving them. So this is my song for them. I built our home with bleeding hands, laid each brick with love and plans. You were my light, my reason why. Now I just talk to an empty sky. I'm still waiting at the door where your laughter lived before. Every night I whisper low, come back home, don't let me go. But silence is all I know. You wore your cap, I fixed your tie, watched you chase your dreams and fly. I gave you wings, I stayed behind, but now you're gone, and so is time. I'm still waiting at the door where your footsteps touched the floor. Even pain begins to fade, but the love, it always stayed. Still alone, still afraid. I don't need much, just one more day to hear you call, to hear you say, Dad, I remember who you are, but wishes don't go that far. So I sing here on this stage, old and tired, full of ache. Not for gold, not for fame, just to call out your name. Still waiting, still the same. പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഹാർട്ട് ടച്ചിങ് ആയിട്ട് അതിനകത്ത് വണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു AI ജനറേറ്റഡ് ആയിട്ടുള്ള സോങ് ആണെന്നാണ്. ഇത്രയും ഒരു മനുഷ്യന് പാടുന്നതിനേക്കാൾ എത്രയും മനോഹരമായ ലിറിക്സ് തന്നെ നോക്കൂ, എത്ര മനോഹരമാണ്. ഞാനിപ്പോഴും വാതിൽപ്പടിയിൽ നിന്നെ കാത്തു നിൽക്കുന്നു, അല്ലേ? നീ ചിരിച്ച, നിൻ്റെ കാലടികൾ വീണ, നിൻ്റെ പേര് മാത്രം ഉച്ചരിക്കാൻ. എല്ലാം മകനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ കുടുംബത്തിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നതും ചിന്തിക്കുന്നതും. അപ്പോൾ മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ, അതൊരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു മനുഷ്യത്വം എന്ന കണികയുടെ അംശമുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിലേക്ക് ഒരു യന്ത്രനിർമ്മിതമായ ഒരു പാട്ടിന് ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്നു പരീക്ഷിച്ച് അല്ലെങ്കിൽ തെളിയിച്ച ഒരു സോങ്ങാണത്. നമ്മുടെ തെരുവുകളിലൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും പലയിടത്തും പല വൃദ്ധരായിട്ടുള്ള ആൾക്കാർ ഒക്കെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടാവില്ലേ. പക്ഷെ അതിൽ പല ആൾക്കാർക്കും നല്ല
മക്കൾ, നല്ല മക്കൾ ഞാൻ ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ വെൽബീയിങ് ആയിട്ട് ജീവിക്കുന്ന മക്കളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന കാര്യം, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒരിക്കലും അവർ ഏകാന്തത അനുഭവിക്കത്തില്ല. അവരൊറ്റപ്പെടലിൻ്റെ ആ വേദന അനുഭവിക്കാൻ ഞാൻ അവരെ വിട്ടുകൊടുക്കത്തില്ല. അവരുടെ മനസ്സ് കൈവിട്ടു പോയാലും അവരുടെ ആരോഗ്യം ക്ഷയിച്ചാലും എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവരെ പൊന്നുപോലെ നോക്കും. എൻ്റെ മക്കളെ ഞാനിപ്പോൾ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഞാൻ എൻ്റെ മാതാപിതാക്കളെയും എന്നോടൊപ്പം ചേർത്ത് നിർത്തും, ഞാൻ സ്നേഹിക്കും. ആ ഒരു ചിന്ത നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ വരണം. ഇപ്പോൾ ഈ ഓടി നടന്ന് ഇത്രയും വേണ്ടാധീനങ്ങളെല്ലാം, വേണ്ടാധീനം മീൻസ് നമുക്കിഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും അല്ലെങ്കിൽ എല്ലാം ചെയ്യുവാനുള്ള ഈ ഒരു ശരീരം ഇത് ഉരുവാക്കി തന്നത് നമ്മളുടെ അച്ഛനും അമ്മയാണ്. അത് യന്ത്രൻ എന്ന ഫിലിമിൽ അതിനകത്ത് റോബോട്ട് ചിട്ടി എന്ന് പറയുന്ന റോബോട്ട് എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമോ? ഒരു പക്ഷേ ഞാൻ പറയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അറിയായിരിക്കും. അതിനകത്ത് ചോദിക്കുന്നുണ്ട്, ദൈവം ഉണ്ടോ? കടവുളിർക്ക ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ചിട്ടി എന്ന് പറയുന്നത്, ദൈവം എന്നാൽ ആര്, കടവുളി എന്നാൽ ആര് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ തിരിച്ചു പറയുന്നത്, നിന്നെ ഉരുവാക്കിയവൻ, അതായത് നിന്നെ സൃഷ്ടിച്ചവൻ, നിന്നെ ഭൂമിയിലേക്ക് നിനക്ക് ജന്മം തന്നവനാരോ അവനാണ് ദൈവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ റോബോട്ട് പറയുന്നു, ഉണ്ട്, ദൈവം ഉണ്ട്, എന്നെ സൃഷ്ടിച്ചത് വസി, അല്ലെങ്കിൽ ആ രജനീകാന്തിൻ്റെ ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര് വസീർ, അദ്ദേഹമാണ് എന്നെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് ദൈവമുണ്ട് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വേർഡിങ്സിൽ തന്നെ പറയുന്നത് എന്താണ്, ദൈവം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, നമ്മൾ കാണുന്നില്ല, എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തിയെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒന്നാണ്. പക്ഷെ നമ്മൾ കാണുന്ന, നമ്മളെ ഉരുവാക്കിയ, നമ്മളെ ഭൂമിയിലേക്ക് ഒരു രൂപത്തിൽ നമ്മളെ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ നമ്മളെ ഉരുവാക്കി വിട്ട ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ മാതാപിതാക്കളാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കണ്ണ് തുറക്കട്ടെ അല്ലേ, കണ്ണ് തുറക്കണം. ഇപ്പോൾ ഈ കടന്നു പോകുന്ന ഒരു യുവത തലമുറ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആ ലഹരിയിൽ എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കലും മാതാപിതാക്കളെ ഉപദ്രവിച്ച് അവർക്ക് സ്വസ്ഥമായി ജീവിക്കാമെന്ന് ചിന്തിക്കാതിരിക്കുക. അവരെ എപ്പോഴും ചേർത്ത് നിർത്തുക. നമ്മളുടെ ഉടലിൽ ജീവനുള്ളിടത്തോളം കാലം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എന്നോടൊപ്പം സുരക്ഷിതരായിട്ടുണ്ടാവാം. ഒരിക്കലും അവരുടെ കണ്ണ് നനയാനോ അവരെ വേദനിപ്പിക്കാനോ ഞാൻ തുനിയത്തില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. ആ പ്രതിജ്ഞ പോലെ തന്നെ നമ്മൾ ജീവിതം കാണിച്ചു കൊടുക്കണം. നമ്മളാണ് നമ്മളുടെ മക്കളുടെ റോൾ മോഡൽ അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, നമ്മളെങ്ങനെ അവരോട് പ്രവർത്തിക്കുന്നുവോ ആ രീതിയിൽ പുതുതലമുറയ്ക്ക് അവരുടെ അച്ഛനോടും അമ്മയോടും പ്രവർത്തിക്കാൻ അവർ ബാധ്യസ്ഥരാവുകയാണ്. ദേ ആർ ought to be എന്ന് അവർ ബാധ്യസ്ഥരാവും. അങ്ങനെ ആ തലമുറയും ആ ഒരു രീതിയിലേക്ക് മാറും. അതുകൊണ്ട് ആ ഒരു അമേരിക്കൻ ഗോട്ട് ടാലൻറ്റഡ് അതിനകത്ത് പറയുന്ന ആ ഒരു AI നിർമ്മിതമായ ആ സോങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പിന്നിലുള്ള ബ്രെയിൻ ആരെന്നായാലും അവരെ ഞാൻ ഹാറ്റ്സ് ഓഫ്, അവർക്ക് സല്യൂട്ട് ചെയ്യുകയാണ്. മലയാളത്തിലും ഇഷ്ടംപോലെ സോങ്ങോ അല്ലെങ്കിൽ കവിതകളോ ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ന്യൂ ജനറേഷൻ മുഴുവൻ കേട്ട് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു സോങ്ങാണ് ആ സോങ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ നമ്മുടെ മക്കൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാം. നമ്മളതിന് മാതൃകയായിട്ട് നിൽക്കണം. ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കത്തില്ല, ചേർത്ത് നിർത്തുക. ഓക്കെ, വി ആർ ദ റോൾ മോഡൽസ് ടു ദി ഫ്യൂച്ചർ.